നമസ്കാരം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്താൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഹാട്രിക് അടിച്ച് വീണ്ടും വീണ്ടും മോദി തന്നെയാണ്. രാജ്യത്തിന്റെ അമരക്കാരനായി മോദി തന്നെയെന്ന എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ ഇന്ത്യ സഖ്യത്തിന്റെ കാലിടറുകയാണ്. ശക്തവും വികസിതവുമായ ഇന്ത്യക്കായി ജനങ്ങൾ വോട്ട് ചെയ്തുവെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു. എക്സിറ്റ് പോളുകളെ തള്ളിക്കൊണ്ട് ബി.ജെ.പിയും 370 സീറ്റും എൻ.ഡി.എ 400 സീറ്റും നേടുമെന്ന് ബി.ജെ.പിയും ഉന്നം വെക്കുന്നു. മൂന്നാം തവണയും മോദി ഭരണത്തിൽ വരുമ്പോൾ ചരിത്രം വഴിമാറുകയാണ്. ഇന്ത്യയുടെ തലപ്പത്ത് മോദി തന്നെയായിരിക്കും. ഗുജറാത്തും മധ്യപ്രദേശും ഉത്തരാഖണ്ഡും ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ബി.ജെ.പിക്കൊപ്പം തന്നെയാണെന്ന് 2019 രീതി തുടരുന്നുവെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. കർണാടക, രാജസ്ഥാൻ, ഹരിയാന, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നഷ്ടമുണ്ടായാലും ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റ് നേടി അത് നികത്തുന്നുവെന്നാണ് വിവിധ സർവേകളിലെ സൂചന. ഇന്ത്യ സഖ്യത്തിന്റെ അവസരവാദപരമായ സഖ്യം ജനം തള്ളി എന്ന പ്രതികരണവുമായി എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നു. പ്രതിപക്ഷ സഖ്യം ജാതീയവും വർഗീയവും അഴിമതിക്കാരുടേതുമാണെന്നും തനിക്കെതിരായ അധിക്ഷേപമായിരുന്നു അവരുടെ പ്രധാന പ്രചാരണമെന്നും മോദി പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല. ദക്ഷിണേന്ത്യയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്ന സർവേകൾ കർണാടകയിൽ ബി.ജെ.പി മുന്നേറ്റവും പ്രവചിക്കുന്നുണ്ട്. കേരളത്തിൽ തൃശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നിവ ബി.ജെ.പിക്ക് കിട്ടുമെന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നത്. ആന്ധ്രയിൽ ടി.ഡി.പി ബി.ജെ.പി സഖ്യത്തിനും മുന്നേറ്റമുണ്ടാകും. തെലങ്കാനയിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒപ്പത്തിനൊപ്പമാവുമ്പോൾ ബി.ആർ.എസ് പിന്നാക്കം പോവും. ഒഡീഷയിൽ ബി.ജെ.ഡിയെ പിന്നിലാക്കി ബി.ജെ.പി നേട്ടം കൊയ്യുമെന്നാണ് പ്രവചനം. 3 സർവേകളിൽ ബി.ജെ.പി ബംഗാളിൽ വലിയ ഒറ്റകക്ഷിയാകുമെന്നും സി.പി.എം കോൺഗ്രസ് സഖ്യത്തിന് സീറ്റുകളൊന്നും തന്നെ ഉണ്ടാകില്ലെന്നും പറയുന്നു. കേരളം യു.ഡി.എഫിനൊപ്പമെന്നും ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്നുമാണ് വിവിധ സർവേകൾ വ്യക്തമാക്കുന്നത്. ഇടതുമുന്നണി 4 സീറ്റ് വരെ ലഭിച്ചേക്കും. ഇന്ത്യ ടുഡേ, മൈ ആക്സിസ്, ഇന്ത്യ ടി.വി, CNX, ടുഡേസ് ചാണക്യ എന്നിവ എൻ.ഡി.എക്ക് 400-ലേറെ സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. അതും ഇന്ത്യ സഖ്യത്തെ തളർത്തിയിരിക്കുന്നു. മോദി തരംഗം കേരളത്തിലും ആഞ്ഞടിക്കുന്നുവെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് പൂർത്തിയാവുകയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിൽ മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രത്യേക യോഗം ചേരുകയാണ്. അടുത്ത 100 ദിവസത്തേക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഈ യോഗത്തിന്റെ അജണ്ട. കൂടാതെ ഉഷ്ണതരംഗവും റിമാൽ ചുഴലിക്കാറ്റിനുണ്ടായ നാശനഷ്ടങ്ങളും വിലയിരുത്തലും പ്രതിരോധവും യോഗത്തിൽ ചർച്ചയാക്കുകയാണ് മോദി സർക്കാർ. ശനിയാഴ്ച പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്ന പ്രവചനമുണ്ടായതോടെ പുതിയ സർക്കാർ രൂപീകരിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി.ജെ.പി. വിപുലമായ ചർച്ചയിൽ വരും മാസങ്ങളിലെ മോദി സർക്കാരിന്റെ മുൻഗണനകളും പ്രവർത്തന പദ്ധതികളും രൂപപ്പെടുത്തും. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ 100 ദിവസങ്ങളിൽ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഉണ്ടാകുമെന്നും 2029 തിരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന 100 ദിവസത്തേക്ക് കാത്തിരിക്കില്ലെന്നും പ്രധാനമന്ത്രി മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അടുത്തിടെയുണ്ടായ റിമാൽ ചുഴലിക്കാറ്റിന് ശേഷമുണ്ടായ നഷ്ടങ്ങൾ വിലയിരുത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട പദ്ധതികൾ, ദുരിതബാധിത പ്രദേശങ്ങളുടെ ദീർഘകാല പുനരധിവാസ പദ്ധതികൾ എന്നിവയൊക്കെയും യോഗത്തിൽ ചർച്ചയാകും. ജൂൺ 5 ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമമാക്കുന്നതിനുള്ള യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും. അങ്ങനെ എല്ലാ രീതിയിലും രാജ്യത്ത് മോദി തരംഗം അലയടിക്കുകയാണ്.